വലിയൊരു വെളിപ്പെടുത്തലായിരുന്നു കർണാടകത്തിലെ ധർമ്മസ്ഥലയിൽ 100ഓളം പേരുടെ മൃതദേഹങ്ങൾ മറവ് ചെയ്യാൻ നിർബന്ധിതനായെന്ന് മുൻ ജീവനക്കാരൻ മുൻ ശുചീകരണ തൊഴിലാളിയായ വ്യക്തിയുടെ വെളിപ്പെടുത്തൽ. പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളടക്കം ക്രൂര ബലാത്സംഗത്തിന് ഇരയായെന്ന ജീവനക്കാരന്റെ പരാതിയിൽ കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ധർമ്മസ്ഥല പോലീസ് കേസെടുക്കാൻ തയ്യാറായത്. തെളിവുകൾ സഹിതമാണ് ശുചീകരണ തൊഴിലാളി കോടതിയിൽ പരാതി നൽകിയിരുന്നത്. കർണാടക ധർമ്മസ്ഥലയിൽ 10 വർഷത്തിനിടെ കൊല്ലപ്പെട്ട 100 കണക്കിന് മൃതദേഹം രഹസ്യമായി കുഴിച്ചുമൂടാൻ നിർബന്ധിതനായെന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ബെൽത്തങ്ങാടി കോടതി നിർദ്ദേശപ്രകാരം ധർമ്മസ്ഥല പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. പോലീസിൽ നൽകിയിരിക്കുന്ന പരാതിയിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരിക്കുന്നത്. 1995 മുതൽ 2014 വരെയുള്ള കാലയളവിൽ 100ഓളം പേരെ അതിക്രൂരമായി കൊലപ്പെടുത്തി കുഴിച്ചുമൂടി. ഇതിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ, യുവതികൾ, യുവാക്കൾ, ഭിക്ഷാടനം നടത്തുന്ന ആളുകൾ എന്നിവരും ഉൾപ്പെടും. നേത്രാവതി പുഴ ശുചീകരണ തൊഴിലാളിയായ തന്നെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തി മൃതദേഹങ്ങൾ മറവ് ചെയ്യിപ്പിച്ചു. ചില കൊലപാതകങ്ങൾ ക്രൂരവും പൈശാചികവുമായിരുന്നു. സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുകളും അടിവസ്ത്രമില്ലാതെയുമായിരുന്നു മൃതദേഹങ്ങൾ. സ്കൂൾ യൂണിഫോം ധരിച്ച 13 വയസ്സുകാരിയെ ബലാത്സംഗത്തിനിരയാക്കി അതിക്രൂരമായാണ് കൊലപ്പെടുത്തിയത്. കൊല്ലപ്പെട്ടവരിലേറെയും പ്രായപൂർത്തിയാകാത്തവരും സ്ത്രീകളുമായിരുന്നു. 2014 തന്റെ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ചപ്പോഴാണ് കുടുംബസമേതം രക്ഷപ്പെട്ടതെന്നും പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ സത്യസന്ധമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. കുറ്റബോധം സഹിക്കവയ്യാതെയാണ് വെളിപ്പെടുത്തലെന്നും ഇയാൾ പറയുന്നുണ്ട്. തെളിവായി അടുത്തിടെ ധർമ്മസ്ഥലയിൽ ഒരു മൃതദേഹം കുഴിച്ചിട്ട സ്ഥലത്ത് രഹസ്യമായി എത്തി മൃതദേഹം പുറത്തെടുത്ത് ഇതിന്റെ ഫോട്ടോയും ബെൽത്തങ്ങാടി കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സമർപ്പിച്ചിട്ടുണ്ട്. തെളിവുകൾ നഷ്ടപ്പെടാതിരിക്കാൻ സുപ്രീം കോടതി അഭിഭാഷകൻ ഈ രേഖകൾ കൈമാറിയതായും ശുചീകരണ തൊഴിലാളി. മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിൽ മണ്ണുമാന്തി പരിശോധന നടത്താനാണ് പോലീസിന്റെ നീക്കം. കെ.വി. ബൈജു, ന്യൂസ് 18, മംഗളൂരു. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു ശുചീകരണ തൊഴിലാളി നടത്തിയത്. 100ലേറെ ആളുകളെയാണ് ഇങ്ങനെ കുഴിച്ചു മൂടി എന്നുള്ള വെളിപ്പെടുത്തൽ ഉണ്ടായത്. ഇതേക്കുറിച്ചുള്ള വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കെ.വി. ബൈജു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ബൈജു, ഈ വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടും ഈ കാര്യങ്ങൾ പുറത്തു വരണമെന്ന് ശുചീകരണ തൊഴിലാളി ആഗ്രഹിക്കുന്നുമുണ്ട്. തനിക്ക് ഭീഷണിയുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ ആരാണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ എന്നുള്ള കാര്യത്തിൽ പോലീസിന് എന്തെങ്കിലും വ്യക്തത വന്നിട്ടുണ്ടോ? ഇത് വർഷങ്ങളായി തുടരുന്ന ഒന്നായിരുന്നുവല്ലോ. തീർച്ചയായും മഞ്ജുഷേ, ഈ കാര്യത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇതുവരെ പുറത്തുവിടാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഇതിൽ ഏറ്റവും പ്രധാനം ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ അല്ലെങ്കിൽ പരാതിയിൽ പറയുന്ന ഈ സ്ഥലം അത് കുഴിച്ച് പരിശോധിക്കേണ്ടതാണ്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. കോടതിയും ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പരിശോധന നടത്താനാണ്. എന്നാലും കൃത്യമായ തെളിവുകൾ സഹിതമാണ് ഈ ശുചീകരണ തൊഴിലാളി ഇത്തരത്തിലുള്ള ഒരു പരാതി നൽകിയിരിക്കുന്നതെന്നാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അതായത് വർഷങ്ങൾക്ക് മുൻപ് താൻ കുഴിച്ചിട്ട ഒരു സ്ഥലത്ത് ഇയാൾ എത്തുകയും അവിടെ നിന്ന് ആ മൃതദേഹം പുറത്തെടുക്കുകയും അതിന്റെ ഫോട്ടോ ഉൾപ്പെടെ ഈ സമർപ്പിച്ചാണ് കോടതിയിൽ സത്യവാങ്മൂലം പോലും ഇയാൾ സമർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായ തെളിവുകൾ ഇയാൾ പറയുന്നുണ്ട്. ഇയാളുടെ വാക്കുകൾ കൃത്യമായി പരിശോധിച്ചാൽ നമുക്ക് കാണാം, വളരെ പൈശാചികമായ രീതിയിൽ നടന്ന കൊലപാതകങ്ങൾ, അത് പ്രത്യേകിച്ച് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളും യുവതികളുമാണ് കൂടുതലും കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതും ബലാത്സംഗത്തിന്, ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായെന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യം കൂടി ഇയാളുടെ പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും കൃത്യമായ തെളിവുകൾ സഹിതം നൽകിയ ഒരു പരാതി, അതിൽ പോലീസ് എന്ത് അന്വേഷണം ആരംഭിക്കുന്നു എന്നാണ് അതിൽ ഏറ്റവും പ്രധാനം. എന്തായാലും ഇന്ന് നിലവിൽ ഈ കാര്യത്തിൽ രാവിലെ ഈ ധർമ്മസ്ഥല പോലീസുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവെക്കാൻ അവർ തയ്യാറായിട്ടില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് വെള്ളിയാഴ്ചയോടുകൂടി ഈ മൃതദേഹം ഇത്തരത്തിൽ പുറത്തെടുക്കുന്ന ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുക്കുന്ന നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇതിൽ വളരെ ഉന്നതരായ വ്യക്തികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. വലിയ പണവും അതുപോലെ തന്നെ രാഷ്ട്രീയ സ്വാധീനമുള്ള ആളുകളുണ്ട്. എന്നാലും അതുകൊണ്ടാണ് ഇത്രയും നാൾ ഈ സംഭവം പുറത്തറിയാതെ രീതിയിലുണ്ടായത്. ഇതിൽ മറ്റൊരു ശുചീകരണ തൊഴിലാളികൾക്ക് ഇവരിൽ കുറേയേറെ ആളുകളെ അറിയാമല്ലോ, ഇല്ലേ? ആ രീതിയിലല്ലേ അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലും വരുന്നത്. ഈ കൊലപാതകത്തിന് പിന്നിൽ ആരാണ് എന്നുള്ള കാര്യം പലരെയും അദ്ദേഹത്തിന് അറിയാമെന്നല്ലേ? മഞ്ജുഷ, ഇതിൽ ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തുന്നത്
സൂപ്പർവൈസർമാരാണ് തന്നെ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ ഏൽപ്പിക്കുക. താൻ ഇത് മറവ് ചെയ്യും. ആദ്യം ഇത് മറവ് ചെയ്യാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് കുടുംബത്തെ ഉൾപ്പെടെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും അങ്ങനെ നിർബന്ധിച്ച് ഇത്തരത്തിൽ മറവ് ചെയ്യേണ്ട ഒരു സാഹചര്യം തനിക്കുണ്ടായി എന്നാണ്. ഏറ്റവും ഒടുവിൽ ഇയാളുടെ ഒരു ബന്ധുവിനെ തന്നെ ഇത്തരത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ചപ്പോഴാണ് ഇയാൾ നാടുവിട്ടതെന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. എന്നാലും ഈ സൂപ്പർവൈസർമാർ മാത്രമാണ് ഇയാൾക്കുള്ള ഒരു കണക്ഷൻ. അങ്ങനെയാണെങ്കിൽ സൂപ്പർവൈസർമാർ ആരാണെന്ന് ഇയാൾക്ക് കൃത്യമായി അറിയാമെന്ന് പറയുന്നുണ്ട്. പോലീസ് സുരക്ഷ നൽകിയാൽ മാത്രമേ താൻ രംഗത്ത് വരൂ എന്നാണ് പറയുന്നത്. നിലവിൽ ഈ ശുചീകരണ തൊഴിലാളിയുടെ പേരോ മറ്റ് വിവരങ്ങളോ വെളിപ്പെടുത്തരുന്നു എന്ന് അദ്ദേഹം ഈ പരാതിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ രഹസ്യമായി തന്നെയാണ് അയാളുടെ പേരും വിവരങ്ങളും മറ്റും ഇപ്പോൾ വെച്ചിട്ടുള്ളത്. പോലീസ് സുരക്ഷ തനിക്ക് നൽകുകയാണെങ്കിൽ താൻ ഈ കാര്യം കൃത്യമായി ആരൊക്കെയാണ് എന്ന കാര്യത്തിൽ പോലീസിന് മുമ്പിൽ തന്നെ മൊഴി നൽകുമെന്നാണ് പറയുന്നത്. മനുഷ്യത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 2012 കൊല ചെയ്യപ്പെട്ട അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട +1 വിദ്യാർത്ഥി ഉണ്ട്, സൗജന്യ എന്ന് പറയുന്ന വലിയ വിവാദമായതാണ്. കർണാടകയിൽ CBI അന്വേഷണം വരെ ഉണ്ടായതാണ്. ഇതിലൊരു പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നു. ഒടുവിൽ തെളിവുകളുടെ അഭാവത്തിൽ ഇയാളെ കുറ്റവിമുക്തരാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അന്ന് തന്നെ കുടുംബം പറഞ്ഞിരുന്നു ഇത് ആ വ്യക്തിയല്ല കൊലപാതകം നടത്തിയത്, ഇതിൽ മറ്റ് ആളുകളുണ്ട് എന്നതാണ്. ആ സംഭവം ഇപ്പോൾ വലിയ ചർച്ചയായിട്ടുണ്ട്. അത് യൂണിഫോമോടുകൂടി അത് യൂണിഫോമും ബാഗും ഉൾപ്പെടെ ഈ കുട്ടി സ്കൂളിൽ നിന്നും മടങ്ങി വരുന്ന സമയത്താണ് ഇത്തരത്തിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല ചെയ്യപ്പെട്ടത്. ആ ഒരു കേസ് കൂടി ഇതിനൊപ്പം അവരുടെ കുടുംബം പരാതിയുമായി രംഗത്ത് തന്നെയുണ്ട്. അതും ഇപ്പോൾ ഇത്തരത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. എന്തായാലും മലയാളികൾ വരെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ലൈംഗികമായി ഇത്തരത്തിൽ പീഡിപ്പിക്കൽ, ബലാത്സംഗം ചെയ്യൽ, ഇത്തരത്തിൽ അതിക്രൂരമായ സംഭവങ്ങളാണ് ഈ പരാതിയിൽ പറയുന്നത് ശരിയാണെങ്കിൽ നടന്നിട്ടുള്ളത്. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ പുറത്ത് വരേണ്ടിയിരിക്കുന്നു. അതിന് ഇയാൾ ചൂണ്ടിക്കാട്ടുന്ന സ്ഥലം, ആ സ്ഥലങ്ങൾ ഇയാൾക്ക് കൃത്യമായ എല്ലാ സ്ഥലങ്ങളും അറിയാമെന്നാണ് പറയുന്നത്. മൃതദേഹങ്ങൾ മറവ് ചെയ്ത സ്ഥലങ്ങൾ, പല മൃതദേഹങ്ങളും ഡീസൽ ഒഴിച്ച് കത്തിച്ചാണ് ഇത്തരത്തിൽ ഒഴിച്ചു മൂടിയത്. അത് ഇവരുടെ ഈ സൂപ്പർവൈസർമാരുടെ നിർദ്ദേശത്തെ തുടർന്ന് അത്തരത്തിൽ തനിക്ക് ചെയ്യേണ്ടി വന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്തായാലും ആ മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടി അത് പോലീസ് എന്ന് ആരംഭിക്കും എന്ന കാര്യത്തിൽ ഇതുവരെ പോലീസ് അത് പുറത്തു പറയാൻ തയ്യാറായിട്ടില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് വെള്ളിയാഴ്ചയോടുകൂടി അത്തരം നടപടികളിലേക്ക് കടക്കും പോലീസ്. കർണാടകത്തിലെ മംഗലാപുരത്തിനടുത്തുള്ള ധർമ്മസ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഞെട്ടിക്കുന്ന കാര്യമാണ്. ഒരു ശുചീകരണ തൊഴിലാളിയാണ് കഴിഞ്ഞ ദിവസം ഈ വെളിപ്പെടുത്തൽ നടത്തിയതും കോടതിയെ സമീപിച്ചതും. 100ഓളം മൃതദേഹങ്ങൾ താൻ മറവ് ചെയ്തിട്ടുണ്ട്, അത് കൊലപാതകങ്ങൾ ആയിരുന്നു, അത് തന്നെ സമീപിച്ചത് ചില സൂപ്പർവൈസർമാരാണ്, അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ചെയ്തത് എന്നാണ് ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. ഇദ്ദേഹത്തിന് സുരക്ഷ നൽകുവാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ചയോടുകൂടി ഈ കൊലപാതകത്തിന്റെ വസ്തുതാന്വേഷണത്തിലേക്ക് പോലീസ് കടക്കും.